നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവാസി കലാശ്രീ പുരസ്കാരം ഒമാനിൽ വിവാദമാകുന്നു. മാനദണ്ഡം പാലിക്കാതെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് നാമനിർദ്ദേശം ചെയ്തവർക്ക് പുരസ്കാരം നൽകിയെന്ന ആക്ഷേപം. കേരള സംഗീത നാടക അക്കാദമി കുവൈറ്റ് ചാപ്റ്ററിന്റെ നാടകോത്സവം ഫെബ്രുവരിയിൽ. അജ്മാനിൽ കെട്ടിട വാടക കുതിച്ചുയരുന്നു. ദുബൈ, ഷാർജ തുടങ്ങിയ എമിറേറ്റ്സുകൾക്ക് പിന്നാലെയാണ് അജ്മാനിലും വാടക കുതിച്ചുയരുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ പ്രതിസന്ധിയിൽ. കുവൈത്തിൽ രാജകുടുംബാംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിസ കച്ചവടത്തിൽ 5000 പേർക്ക് അറസ്റ്റ് വാറന്റ്. അറസ്റ്റിലായ 180 പേർ ഡീപ്പോർട്ടേഷൻ സെന്ററിൽ. ഇന്ത്യയുമായി കൂടുതൽ വാണിജ്യ നിക്ഷേപ സഹകരണത്തിന് UAE. കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ UAE നിക്ഷേപം നടത്തും. ഫെഡറേഷൻ കപ്പിൽ ചർച്ചിൽ ബ്രദേഴ്സും സ്പോർട്ടിംഗ് ഗോവയും ഫൈനലിൽ. സെമിയിൽ ചർച്ചിൽ ബ്രദേഴ്സ് മോഹൻ ബഗാനെ 2-1 തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ ഗോവ സ്പോർട്ടിംഗ് ക്ലബ് 3-2 ടെമ്പോയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. സിറിയൻ പ്രശ്നം പരിഹരിക്കാൻ അറബ് ലീഗ് UN പ്രതിനിധി സംഘം രംഗത്ത്. ഉച്ചകോടി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പരിഹാര സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം. അറബ് ലീഗിന്റെ ദൗത്യ സംഘം ഇരു വിഭാഗങ്ങളുമായും വ്യാഴാഴ്ച പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തും. 3 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിന് പരിഹാരം തേടിയാണ് ജനീവയിൽ UN അന്താരാഷ്ട്ര സമ്മേളനം വിളിച്ചത്. സിറിയൻ സർക്കാർ പ്രതിനിധികളും വിമത വിഭാഗവും ഇവിടെ ആദ്യമായി മുഖാമുഖം ചർച്ചയ്ക്കിരുന്നു. എന്നാൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇരു വിഭാഗവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒത്തുതീർപ്പിന് പുതിയ നീക്കം ആരംഭിച്ചത്. വെള്ളിയാഴ്ച ഇരു വിഭാഗത്തെയും ഒന്നിച്ചിരുത്താൻ കഴിയുമെന്ന് ദൗത്യസംഘത്തലവൻ ലഖ്ദർ ബ്രാഹിമി പറഞ്ഞു. ചൈനീസ് മന്ത്രി വാങ്ങി സിറിയൻ ഔദ്യോഗിക പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ലോക ഉച്ചകോടിയിൽ തങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ലെന്നാണ് ജോർദാനിലെ സിറിയൻ അഭയാർത്ഥികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വ്യക്തമായ ഉടമ്പടിയാണ് സിറിയൻ വിഷയം പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തുയ്യ. സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന 2ാം ജനീവ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈനിക അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ സാഹചര്യമൊരുക്കുക, സമാധാന ചർച്ചകൾക്കായി സമയം അനുവദിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങുന്ന ഉടമ്പടിയാണ് സിറിയൻ സമാധാനത്തിനായി വേണ്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെട്ടിടങ്ങളുടെ ബാൽക്കണിയിലും സ്വിമ്മിംഗ് പൂളിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന് ദുബൈ നഗരസഭ കരാർ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി. വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാത്തതിന്റെ പേരിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി P. ചിദംബരം ഈ മാസം 27 സൗദി അറേബ്യയിലെത്തും. ഇന്ത്യ സൗദി ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് ധനമന്ത്രി റിയാദിലെത്തുന്നത്. ജോയിന്റ് കമ്മീഷന്റെ 10ാമത്തെ യോഗമാണിത്. സന്ദർശനത്തിന്റെ ഭാഗമായി കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കും. സന്ദർശനത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. TP വധക്കേസിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കപ്പെട്ടവർക്കെതിരെയും നിയമപോരാട്ടം തുടരണമെന്ന ആവശ്യവുമായി പ്രവാസ ലോകത്തെ കൂട്ടായ്മ രംഗത്ത്. യഥാർത്ഥ കുറ്റവാളികൾ മുഴുവൻ ശിക്ഷിക്കപ്പെടണമെന്നാണ് അവരുടെ ആവശ്യം. TP വധക്കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ നിയമത്തിനു മുമ്പാകെ കൊണ്ടുവരാനുള്ള നീക്കത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രവാസി കൂട്ടായ്മ വ്യക്തമാക്കി. TP അനുഭാവികളുടെ UAE-യിലെ സംഘമായ ഗ്രാമം സാരഥികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഘടിത നീക്കങ്ങളിലൂടെ കേസ് അട്ടിമറിക്കാൻ നീക്കം നടന്നുവെന്ന് ഗ്രാമം സാംസ്കാരിക വേദിയുമായി ബന്ധപ്പെട്ട B. ഷാജി വ്യക്തമാക്കി. തീർച്ചയായും ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആസ്തിയുള്ള പ്രസ്ഥാനങ്ങളിലൊന്നായ CPM അതിൻ്റെ സകല സംഘടിത ശക്തിയും സകല സാമ്പത്തിക ശക്തിയും സകല ബൗദ്ധിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ കേസിന്റെ പിന്നാലെയായിരുന്നു. നാട്ടിൽ TPയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നിയമപോരാട്ടം തുടരുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മീഡിയ 1 ദുബൈ. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവാസി കലാശ്രീ പുരസ്കാരം ഒമാനിൽ വിവാദമാകുന്നു. മാനദണ്ഡം പാലിക്കാതെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് നാമനിർദ്ദേശം ചെയ്തവർക്ക് പുരസ്കാരം നൽകിയെന്നാണ് ആക്ഷേപം. കേരളത്തിനു പുറത്ത് കലാപ്രവർത്തനം നടത്തുന്നവർക്കാണ് സംഗീത നാടക അക്കാദമിയുടെ പ്രവാസി കലാശ്രീ പുരസ്കാരം. സൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന VP രാമചന്ദ്രനാണ് ഒമാനിൽ പുരസ്കാരം ലഭിച്ചത്. അർഹരായവരെ തഴഞ്ഞാണ് VP രാമചന്ദ്രനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതെന്നാണ് ആക്ഷേപം. സംഗീത നാടക അക്കാദമിയുമായി ബന്ധപ്പെട്ടപ്പോൾ കേട്ടത്, ആദ്യം ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ കൺവീനറായിരിക്കുന്ന ആൾക്ക് തന്നെയാണ് ആദ്യത്തെ പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പിന്നീട് അത് എന്തോ പ്രശ്നം കാരണം അത് വേണ്ട എന്ന് വയ്ക്കുകയും
മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു. നാടകരംഗത്തുള്ളവർക്ക് പോലും പരിചയമുള്ള കലാകാരനല്ല അവാർഡ് ജേതാവെന്ന് ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മലയാളം വിങ്ങിൽ നാടക വിഭാഗം കൺവീനറായിരുന്ന സുനിൽ ശ്രീധർ പറഞ്ഞു. ഈ അവാർഡിന് കൊടുത്തതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്നാൽ 1986 മുതൽ ഒമാനിലെ സാംസ്കാരിക രംഗത്ത് രാമചന്ദ്രൻ സജീവമാണെന്ന് സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയുടെ നാടക മത്സരങ്ങളിൽ 3 തവണ മികച്ച സംവിധായകനുള്ള പുരസ്കാരം VP രാമചന്ദ്രൻ ലഭിച്ചിട്ടുണ്ടെന്നും സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികൾ വിശദീകരിച്ചു. അക്കാദമിയുടെ ആദ്യ പ്രവാസി അമച്ചർ നാടക മത്സരത്തിനായി ഒമാനിൽ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുമ്പോഴാണ് ആദ്യ പ്രവാസി കലാശ്രീ പുരസ്കാരത്തെ ചൊല്ലി വിവാദം കൊഴുക്കുന്നത്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. കേരള സംഗീത നാടക അക്കാദമി കുവൈറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കേളി 2014 എന്ന പേരിൽ പ്രവാസി നാടകോത്സവം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 25-26 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ കുവൈത്തിലെ 5ഓളം സമിതികൾ നാടകങ്ങൾ അവതരിപ്പിക്കും. കലാ കുവൈത്ത്, കൽപക്, തനിമ കുവൈത്ത്, നിർഭയ കുവൈത്ത്, ഫ്യൂച്ചർ ഐ തിയേറ്റർ എന്നീ 5 സമിതികളാണ് 2 ദിവസങ്ങളായി നടക്കുന്ന കേളി 2014 മത്സര രംഗത്തുണ്ടാവുക. KSNAയുടെ സെക്രട്ടറിയും പ്രശസ്ത നാടക വിചക്ഷണനുമായ ഡോക്ടർ PV കൃഷ്ണൻ നായർ, നാടക സംവിധായകരായ TM എബ്രഹാം, സന്തോഷ് കുമാർ എന്നിവരായിരിക്കും വിധികർത്താക്കൾ. അക്കാദമി പ്രതിനിധിയായി പ്രമുഖ ചലച്ചിത്ര നാടക സംവിധായകനായ ജോഷി മാത്യു കേളി 2014 പങ്കെടുക്കുമെന്നും KSNA കുവൈത്ത് കോർഡിനേറ്റർ സജീവ് K. പീറ്റർ പറഞ്ഞു. പ്രവാസി കലാകാരന്മാരെ അംഗീകരിക്കുന്നതിനായി അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ കലാശ്രീ പുരസ്കാരത്തിന് കുവൈത്ത് മലയാളിയായ ബാബു ചാക്കോള അർഹനായ വിവരം കുവൈത്ത് ചാപ്റ്റർ ചെയർമാൻ വിജയ് കാരായിൽ അറിയിച്ചു. അദ്ദേഹത്തിന് കേരള സംഗീത അക്കാദമിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കലാശ്രീ പുരസ്കാരം കിട്ടിയതായി ഞാൻ ഈ അവസരം പ്രഖ്യാപിക്കുകയാണ്. മാർച്ച് 27 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുരസ്കാരം വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. PV രാമചന്ദ്രൻ ഒമാൻ, ജയമേനോൻ ബഹ്റൈൻ, ഉദയചന്ദ്രൻ ഖത്തർ എന്നിവരാണ് കലാശ്രീ പുരസ്കാരം ലഭിച്ച മറ്റു പ്രവാസി കലാകാരന്മാർ. KSNA കുവൈത്ത് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ തോമസ് മാത്യു കടവിൽ, ബാബുജി ബത്തേരി, BS പിള്ള, സുനിൽ P. ആന്റണി, അഡ്വക്കേറ്റ് ജോൺ കുന്നിൽ, അവാർഡ് ജേതാവ് ബാബു ചക്കോള എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. UAEയും ഇന്ത്യയും തമ്മിലുണ്ടാക്കിയ തടവുകാരെ കൈമാറൽ പ്രക്രിയ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരുമെന്ന് UAE ഇന്ത്യൻ അംബാസഡർ TP സീതാറാം. 1200-ലേറെ ഇന്ത്യക്കാർ UAEയിലെ ജയിലുകളിലുണ്ട്. ഇവരിൽ നാട്ടിലേക്ക് പോകാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെയും ജയിൽ വകുപ്പുകളുടെയും അനുമതി പത്രങ്ങളും കിട്ടേണ്ടതുണ്ട്. കൂടുതൽ സമയം ആവശ്യമായ നടപടിക്രമങ്ങളാണിത്. സമയമെടുക്കുമെങ്കിലും തടവുകാരെ സ്വന്തം രാജ്യത്തേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായി അദ്ദേഹം അറിയിച്ചു. അത് എത്ര നാളെടുക്കും, എത്ര മാസമെടുക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ. പക്ഷേ ഇവിടുന്ന് എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഫാക്ട്. കുവൈത്തിൽ നടന്ന മിന്നൽ പരിശോധനയിൽ മതിയായ താമസരേഖകളില്ലാത്ത നിരവധി പേർ പോലീസ് പിടിയിലായി. 42 സ്ത്രീകളടക്കമുള്ള 146 പേരാണ് അറസ്റ്റിലായത്. സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവരും ഖാദിം വിസയിൽ പുറത്ത് ജോലി ചെയ്തവരും വിവിധ കേസുകളിൽ വാറന്റുള്ളവരുമാണ് പിടിയിലായത്. രാജ്യത്തെ വ്യാജ സന്ദർശന വിസ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ രാജ്യവ്യാപകമായി പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സംഘടനകൾക്ക് നോർക്ക രജിസ്ട്രേഷൻ ഇല്ലാത്തത് പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നു. പ്രവാസി തിരിച്ചറിയൽ കാർഡിനുള്ള അപേക്ഷ സാക്ഷ്യപ്പെടുത്താനുള്ള അധികാരം സംഘടനാ ഭാരവാഹികൾക്ക് നൽകിയ സാഹചര്യത്തിൽ പല രാജ്യങ്ങളിലും ഈ സൗകര്യം ലഭ്യമാവില്ല. ഒമാൻ, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലെ ഒരു സംഘടനയ്ക്കും നോർക്കയിൽ രജിസ്ട്രേഷൻ ഇല്ല. നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിലെ അംഗീകൃത സംഘടനയുടെ പട്ടിക ഇക്കാര്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ തിരിച്ചറിയൽ കാർഡ് അപേക്ഷ സാക്ഷ്യപ്പെടുത്താൻ എംബസിയെ തന്നെ ആശ്രയിക്കണം. KPCCക്ക് കീഴിലെ OICC ഉൾപ്പെടെയുള്ള ഒമാനിലെ വിവിധ സംഘടനകൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ മുന്നറിയിപ്പില്ലാതെയാണ് ഇവയെ പട്ടികയിൽ നിന്ന് നീക്കിയതെന്ന് OICC പ്രസിഡന്റ് സിദ്ദീഖ് ഹസൻ പറഞ്ഞു. സാധാരണ മുൻകാലങ്ങളിൽ രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്ത് നോർക്കയിൽ നിന്നും ഔദ്യോഗികമായി ഇത്തരം കത്ത് പ്രസിഡന്റിനോ ജനറൽ സെക്രട്ടറിക്കോ എത്താറുണ്ട്. നാളിതുവരെയായി ഇത്തരം അറിയിപ്പുകളൊന്നും നോർക്കയിൽ നിന്ന് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാകാം അത് റിന്യൂ ചെയ്യാനുള്ള താമസമുണ്ടായത്. എന്നാൽ സജീവമായ സംഘടനകൾക്കൊപ്പം ഒമാനിലെ ചില കടലാസ് സംഘടനകളും നേരത്തെ നോർക്കയിൽ രജിസ്ട്രേഷൻ നേടിയിരുന്നു. അപേക്ഷ സാക്ഷ്യപ്പെടുത്താൻ അധികാരം ലഭിക്കുമെന്നതിനാൽ അത്തരം സംഘടനകൾ ഇനിയും നോർക്കയ്ക്ക് മുന്നിൽ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ട് എത്തും. ഈ സാഹചര്യത്തിൽ എംബസി സൗജന്യമായി ഇത്തരം അപേക്ഷകൾ സാക്ഷ്യപ്പെടുത്താൻ സൗകര്യമൊരുക്കണമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് മുൻ ഡയറക്ടർ PM ജാബിർ ആവശ്യപ്പെട്ടു. സാക്ഷ്യപ്പെടുത്തുന്നതിന് എംബസിയിൽ നിന്ന് വാങ്ങിക്കുന്ന തുക ഇല്ലാതാക്കണം. നമ്മൾ നേരത്തെ ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തുകയാണെന്നത് അംഗീകരിച്ചില്ല. പക്ഷേ കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ്
ഇത് മുൻകൈ എടുത്തുകൊണ്ട് വിദേശകാര്യ വകുപ്പിനോട് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള അറ്റസ്റ്റേഷൻ ഫ്രീ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. പ്രവാസി തിരിച്ചറിയൽ കാർഡിന് 300 രൂപ ഫീസ് അടച്ചാൽ മതി. എന്നാൽ എല്ലാവിധ സാക്ഷ്യപ്പെടുത്തലിനും എംബസി 7 റിയാൽ അഥവാ 1000 രൂപയിലേറെയാണ് ഈടാക്കുന്നത്. ഷിനോബ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഖത്തർ KPCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മലബാർ മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തർ ഒളിമ്പിക് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടത്തപ്പെടുന്ന മഹോത്സവത്തിൽ കോഴിക്കോട് ജില്ലയിലെ 12 മണ്ഡലങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായും കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് പുതുക്കുടി അബൂബക്കർ അറിയിച്ചു. ചരിത്രവും കലയും സംഗമിക്കുന്ന ജിദ്ദ പൈതൃകോത്സവത്തിലേക്കുള്ള സന്ദർശക പ്രവാഹം തുടരുന്നു. സൗദി അറേബ്യയിൽ നിന്നും മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നുമായി 10,000-കണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും ചരിത്ര നഗരിയിലെ പ്രദർശനത്തിന് എത്തുന്നത്. പരമ്പരാഗത വസ്തുക്കളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനം, കലാ സാംസ്കാരിക പരിപാടികൾ, പഴയകാല ഫോട്ടോ പ്രദർശനം, പുസ്തക പ്രദർശനം തുടങ്ങി നിരവധി കാഴ്ചകളാണ് ജിദ്ദ ഹിസ്റ്റോറിക്കൽ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ജിദ്ദ ബലദിലെ ചരിത്ര നഗരിയിൽ 1 കിലോമീറ്ററോളം നീളത്തിലാണ് മേള നടക്കുന്നത്. സൗദിയുടെയും ജിദ്ദയുടെയും ചരിത്രമറിയാനും പഠിക്കാനുമായി ആയിരങ്ങളാണ് ദിവസവും എത്തുന്നത്. എണ്ണ കണ്ടെത്തുന്നതിനു മുമ്പ് തീർത്ഥാടകരെ ആശ്രയിച്ചു കഴിഞ്ഞ ജിദ്ദക്കാരുടെ കഴിഞ്ഞകാലം യഥാർത്ഥത്തിൽ വരച്ചുകാട്ടുന്നതാണ് പ്രദർശനം. 46 കലാപരിപാടികളാണ് വിവിധ ദിവസങ്ങളിലായി അരങ്ങേറുന്നത്. യുനെസ്കോയുടെ പൈതൃക നഗരങ്ങളുടെ ലിസ്റ്റിലേക്ക് ജിദ്ദ നഗരം കഴിഞ്ഞ വർഷം നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം അത് അംഗീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമം കൂടിയാണ് പ്രദർശനം. قدم الحقيقة ترشيحها عام 2013 واحتمال إن شاء الله 2014 حيتم التصويت عليها ضمن قائمة التراث في منظمة اليونسكو. സൗദി ടൂറിസം അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രദർശനം കഴിഞ്ഞ വ്യാഴാഴ്ച മക്ക മേഖലാ ഗവർണർ അമീൻ മിഷൽ ബിൻ അബ്ദുള്ളയാണ് ഉദ്ഘാടനം ചെയ്തത്. വൈകിട്ട് 5 മണി മുതൽ രാത്രി 11 മണി വരെ നടക്കുന്ന മേള ശനിയാഴ്ച അവസാനിക്കും. മീഡിയ 1, ജിദ്ദ. റിയാദിലെ പയ്യന്നൂർ സൗഹൃദവേദിയുടെ 3ാമത് KS രാജൻ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. നിത്താക്കാത്ത് ഇളവ് കാലത്ത് മികച്ച സാമൂഹ്യ പ്രവർത്തനം നടത്തിയ റിയാദിലെ മലയാളി സാമൂഹ്യ പ്രവർത്തകനാണ് ഇത്തവണ പുരസ്കാരം നൽകുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യക്തികൾക്ക് നേരിട്ടും മറ്റുള്ളവർക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ഫെബ്രുവരി 14 മുമ്പായി psvksr@gmail.com എന്ന ഇമെയിലിൽ അയക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അബ്ദുൽ മജീദ്, ജനറൽ സെക്രട്ടറി KM അനൂപ്, സനൂപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ ക്രിക്കറ്റ് മത്സരം ഷാർജ സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് 4:30 ആരംഭിക്കും. അഭിനേതാക്കളുടെ ടീമായ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ് കുഞ്ചാക്കോ ബോബന്റെ നേതൃത്വത്തിലും സംവിധായകരുടെ ടീം MA നിഷാദിന്റെ നേതൃത്വത്തിലുമാണ് കളത്തിലിറങ്ങുക. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 11 വരെ നീളുന്ന കുടുംബ കാർണിവലയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം സിനിമാ താരങ്ങളുടെ വിനോദ പരിപാടികളും ഉണ്ടാകും. ഭക്ഷ്യമേള, മാജിക് ഷോ, കുട്ടികൾക്കായി ഫൺ ഫയർ എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. നടൻ മമ്മൂട്ടി മുഖ്യ അതിഥിയായിരിക്കും. അജ്മാനിൽ കെട്ടിട വാടക കുതിച്ചുയരുന്നു. ദുബൈ, ഷാർജ തുടങ്ങിയ എമിറേറ്റ്സുകൾക്ക് പിന്നാലെയാണ് അജ്മാനിലും വാടക കുതിച്ചുയരുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഇതോടെ പ്രതിസന്ധിയിലാവുന്നത്. UAEയിലെ ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ എമിറേറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന വാടക കുറഞ്ഞ എമിറേറ്റാണ് അജ്മാൻ. അതുകൊണ്ട് തന്നെ ദുബായിലും ഷാർജയിലും ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് അജ്മാനിലാണ്. 2 മണിക്കൂർ യാത്ര പോലും പരിഗണിക്കാതെയാണ് പലരും അജ്മാൻ താമസത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ അജ്മാനിലെ കെട്ടിട വാടകയിലുണ്ടായ വർധന മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അജ്മാനിൽ അടുത്തിടെയുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനവും പുതിയ കെട്ടിടങ്ങൾ വന്നതും സമീപ എമിറേറ്റുകളിലെ വലിയ തോതിലുള്ള വാടക വർധനയുമാണ് ഇതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 30% വരെ വർധനവ് എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിലാണ് വാടക കൂടുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പലർക്കും 50% വരെ വാടക വർധനവിനായുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന 100 കണക്കിന് പ്രവാസികളാണ് ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. ദുബായിൽ വരാനിരിക്കുന്ന വേൾഡ് എക്സ്പോയുടെയും മറ്റും സാഹചര്യത്തിൽ വാടക ഇനിയും കുതിച്ചുയരുമെന്നാണ് സൂചന. ഷാർജയിലും ദുബായിലും ജോലി ചെയ്യുകയും താമസത്തിനായി അജ്മാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തവരെയാണ് അജ്മാനിലെ കെട്ടിട വാടക വർധന കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ജവാദ് മുഹമ്മദ്, മീഡിയ 1, അജ്മാൻ. മലയാളി യുവാവ് കുവൈത്തിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. എറണാകുളം ആലുവ വെളിയത്തുനാട് സ്വദേശി CA സാദിഖാണ് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത്. 39 വയസ്സായിരുന്നു.
നേരത്തെ സൗദി അറേബ്യയിൽ ജോലി നോക്കിയിരുന്ന ഇദ്ദേഹം 1 വർഷം മുൻപാണ് കുവൈത്തിലെത്തിയത്. ACICO കമ്പനിയിലായിരുന്നു ജോലി. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ഷാർജയിൽ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും വീണ് 14-കാരൻ മരിച്ചു. അന്നഹദയിലെ അബ്ദുൽ അസീസ് അൽ മജീദ് ബിൽഡിംഗിലാണ് അപകടം. ഫിലിപ്പീൻസ് ബാലനാണ് മരിച്ചത്. ഇന്ത്യയും UAEയും തമ്മിൽ വാണിജ്യ നിക്ഷേപ മേഖലകളിൽ കൂടുതൽ മുന്നേറ്റത്തിന് വഴിയൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ മുതൽ മുടക്കുന്ന UAE നിക്ഷേപകർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പ്രായോഗിക സംവിധാനമൊരുക്കാനും നീക്കം തുടങ്ങി. UAEയിൽ നിന്ന് കൂടുതൽ വൻകിട കമ്പനികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പുതുതായി നിക്ഷേപം നടത്താനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്കും UAEക്കുമിടയിൽ നിക്ഷേപവും വാണിജ്യവും മെച്ചപ്പെടുത്തുകയെന്ന അജണ്ടയോടെയാണ് ദുബൈയിൽ പ്രത്യേക ഒത്തുചേരൽ നടന്നത്. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ ഒത്തുചേരൽ. UAE അംബാസഡറായി ചുമതലയേറ്റ TP സീതാറാമിന്റെ ദുബൈയിലെ ആദ്യ പൊതുചടങ്ങ് കൂടിയായിരുന്നു ഇത്. ഏഷ്യയിലെ ഏറ്റവും മികച്ച സമ്പദ്ഘടനയുള്ള രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ മുതൽ മുടക്കാൻ UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ വർദ്ധിച്ച താൽപര്യമെടുക്കുന്നതായി യോഗം വിലയിരുത്തി. അതേസമയം ഇന്ത്യയിൽ വൻതുക നിക്ഷേപം നടത്തിയ ഇത്തിസലാത്ത്, ദുബൈ വേൾഡ്, EMAR ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ചില തിരിച്ചടികൾ നേരിട്ട കാര്യം അംബാസഡർ സൂചിപ്പിച്ചു. നല്ല വാണിജ്യ പങ്കാളിയെ ഇന്ത്യയിൽ ലഭിക്കാതെ വന്നതാണ് ഇതിനു കാരണമായതെന്നും അംബാസഡർ വിശദീകരിച്ചു. ഈ സാഹചര്യത്തിൽ UAEയിലെ ഇന്ത്യൻ ബിസിനസ് പ്രമുഖർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ UAE കമ്പനികൾക്ക് നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾക്ക് വൻതുക മുതൽ മുടക്കാൻ തയ്യാറായ UAE കമ്പനികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ബന്ധപ്പെട്ടവർ നിർദ്ദേശിച്ചു. ഇരു രാജ്യങ്ങളുടെയും വാണിജ്യ കൂട്ടായ്മകൾ വിളിച്ചു ചേർത്ത് പരസ്പര നിക്ഷേപങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാനും ഒത്തുചേരലിൽ ധാരണയായി. ഇന്ത്യയും UAEയുമായിട്ടുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ്. വളരെ സുപ്രധാനത ഉള്ള ഒരു ബന്ധമാണ്. അത് ഇതിലും കൂടുതൽ അടുപ്പത്തിലുള്ളതും കൂടുതൽ പ്രാധാന്യത്തിലുള്ളതും ആക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വാണിജ്യ പ്രോത്സാഹന രംഗത്ത് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് ദുബൈയിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷണും അറിയിച്ചു. അടുത്ത 3 വർഷം കൊണ്ട് നിക്ഷേപ രംഗത്ത് വൻ മുന്നേറ്റം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒത്തുചേരലിൽ പങ്കുവച്ചത്. MCA നാസർ, മീഡിയ 1, ദുബൈ. ഖത്തറിൽ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം നടന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരം $1 ബില്യൺ. ഖത്തർ നീതിന്യായ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ജനുവരി 12 മുതൽ 14 വരെ മാത്രം നടന്ന ഇടപാടുകളുടെ കണക്കാണിത്. വീടുകൾ, കടകൾ, താമസ കെട്ടിടങ്ങൾ തുടങ്ങിയവയിലാണ് കൂടുതൽ ഇടപാടുകൾ നടന്നതെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തൊഴിലന്വേഷിച്ച് അഭയാർത്ഥികളായ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കേരളത്തിലെത്തി. മുൻ പാളയം ഇമാം ഹംസ മൗലവി ഫാറൂഖിയും ഏകലവ്യാശ്രമത്തിലെ മഠാധിപതി സ്വാമി അശ്വതി തിരുനാളും ചേർന്ന് അഭയാർത്ഥികളെ സ്വീകരിച്ചു. തൊഴിലന്വേഷിച്ച് 5 റോഹിംഗ്യൻ അഭയാർത്ഥികളാണ് കേരളത്തിലെത്തിയത്. പാളയംപള്ളി മുൻ ഇമാം ഹംസ മൗലവി ഫാറൂഖി, തിരുവനന്തപുരം ഏകലവ്യാശ്രമത്തിലെ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ എന്നിവർ ചേർന്ന് ഇവർക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. തൊഴിലും താമസവും നൽകി ജീവിക്കാനുള്ള വക കണ്ടെത്താൻ സഹായിക്കുമെന്ന് പാളയംപള്ളി മുൻ ഇമാം ഹംസ മൗലവി ഫാറൂഖി പറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവരെ തൽക്കാലം നമ്മൾ വിഷയത്തിൽ താമസിപ്പിച്ച് ഏതെങ്കിലും അവർക്ക് പറ്റുന്ന ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഭയാർത്ഥികളായെത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്നും ഏകലവ്യാശ്രമത്തിലെ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ പറഞ്ഞു. അഭയാർത്ഥികൾക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങളോ ആതിഥ്യ മര്യാദയോ നമ്മുടെ സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുള്ളൊരു ചെറിയ സംരംഭമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ജീവിതം കരപറ്റിക്കാൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറായാണ് അഭയാർത്ഥികൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. हम सोचा था कि इधर अच्छा आदमी हम लोगों का उधर काम नहीं मिल रहा, इधर काम मिल जाएगा, जो काम आप लोग देंगे वही काम कर ले हम. മനുഷ്യാവകാശ പ്രവർത്തകനായ ഉബൈദ് സൈനുൽ ആബിദീന്റെ നേതൃത്വത്തിലാണ് അഭയാർത്ഥികൾ ജോലിക്കായി കേരളത്തിലെത്തിയത്. ഡൽഹിയിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ സമ്പത്ത് MP അടക്കമുള്ളവർ സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമ്പത്ത് MP പ്രധാനമന്ത്രിക്ക് കത്തുമയച്ചു. 2012 റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന വംശീയാതിക്രമത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. മീഡിയ 1, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 3ാം ബജറ്റ് അവതരണം നാളെ.
സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന അവസരത്തിലാണ് KM മാണി തന്റെ 12ാം ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പും ധനമന്ത്രിക്ക് വെല്ലുവിളി ഉയർത്തുന്നു. ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളുണ്ടാകും. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും. നികുതി വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ സമ്പദ്ഘടന. പ്രത്യക്ഷ നികുതിയേക്കാൾ പരോക്ഷ നികുതിയാണ് കേരളത്തിന്റെ പ്രധാന വരുമാനം. മദ്യം, ലോട്ടറി, പെട്രോൾ തുടങ്ങി ഏറെക്കുറെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ നിന്നാണ് 43% നികുതിയും ലഭിക്കുന്നത്. വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്ന് നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല. നികുതി വെട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതാണ് പ്രധാന കാരണം. വരുമാനം കുറയുന്നതിനനുസരിച്ച് ചെലവ് കുറയ്ക്കാൻ കഴിയുന്നുമില്ല. സംസ്ഥാനത്തിന്റെ പൊതുകടം 1 ലക്ഷം കോടി രൂപ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ കടമുള്ള സംസ്ഥാനമാണ് കേരളം. അതിനാൽ ഒരു പരിധിക്കപ്പുറം കടമെടുപ്പും സാധ്യമല്ല. വരുമാനത്തിന്റെയും ചിലവിന്റെയും ഈ അന്തരം കാരണം റവന്യൂ കമ്മി വർദ്ധിക്കുകയാണ്. റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവന്നാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാനാകൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വസ്ത്രങ്ങളുടെ മേലുള്ള നികുതി വർദ്ധിപ്പിക്കും. മോട്ടോർ വാഹനങ്ങളുടെ നികുതി കൂട്ടും. രണ്ടാമത്തെ വാഹനത്തിന് പ്രത്യേക നികുതി ഏർപ്പെടുത്തും. നികുതി വർധനയുടെ പരിക്ക് മറികടക്കാൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, കുടിശ്ശിക തീർക്കുക, എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കുടിശ്ശിക തീർക്കുക എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. മറ്റ് ജനപ്രിയ പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കാം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.